ഹായ് ഗുഡ് മോർണിംഗ്. ഈ വിഷ്വൽസും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. എൻ്റെ കുറച്ച് തോട്ട്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മന്തെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരുന്നു. ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാർ, പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ നമ്മളുടെ സ്വന്തവും ബന്ധവും ഒന്നും ആവണം എന്നില്ലല്ലോ. അറിവിലും പരിചയത്തിലും ഒക്കെയുള്ള കുറച്ച് പേര് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞ മാസമാണ്. സത്യത്തിൽ ചില ആൾക്കാരുടെ വേർപാട് നമ്മൾ എത്ര എത്ര നാൾ കഴിഞ്ഞാലും ആ ദുഃഖം നമ്മളിൽ നിന്ന് മാഞ്ഞു പോകത്തില്ല. നമുക്കൊക്കെ നമുക്ക് മീൻസ് എനിക്കാണെങ്കിൽ തന്നെയും ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേ ഞാൻ ദൈവത്തോട് പറയും, എൻ്റെ ദൈവമേ ഇത്രയും പ്രശ്നങ്ങൾ തരാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇവരുടെയൊക്കെ അപ്പനും അമ്മയും വൈഫും ഹസ്ബൻഡും ഒക്കെ എന്താ പറയണ്ടേ, അല്ലേ? ചെറിയ ചെറിയ പ്രശ്നങ്ങൾ തരുമ്പോഴേ ദൈവത്തോട് നമ്മൾ 100 ക്വസ്റ്റ്യൻ ചോദിക്കും. എൻ്റെ ദൈവമേ എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? ഞാനെന്തോ തെറ്റ് ചെയ്തോ? അല്ലെങ്കിൽ എന്താ എൻ്റെ അപ്പനും അമ്മയും എന്ത് തെറ്റ് ചെയ്തു? അല്ലേ? തെറ്റും ശരിയും ചെയ്തിട്ടാണോ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഇതുവരെയായിട്ടും എൻ്റെ ആ ക്വസ്റ്റ്യൻ ഇതുവരെയായിട്ടും എനിക്കൊരു ആൻസർ അതിന് കിട്ടിയിട്ടില്ല. എല്ലാരെയും ദ്രോഹിക്കുന്ന, ആർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത എത്രയോ പേര് സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാൽ എല്ലാവരെയും സഹായിക്കുകയും എല്ലാവരോടും സഹകരിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുന്ന എത്രയോ പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, രാവിലെ ഇരുന്ന് ഈ ഫിലോസഫി അടിക്കുന്ന എനിക്ക് ആരോടും ദേഷ്യമില്ല, അല്ലെങ്കിൽ എല്ലാവരോടും എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എനിക്ക് ആരോടും പിണക്കമില്ല എന്നൊക്കെ. അങ്ങനെയില്ല. ഞാൻ ആരുടെ അടുത്തും അങ്ങോട്ട് അടിയിടാനോ വഴക്കിടാനോ പോവാറില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വഴക്കിനും അടിക്കും വരുന്നവരെ ഞാൻ വെറുതെ വിടാറുമില്ല. മീൻസ് കേട്ടോണ്ടിരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്നാ ചോദിക്കും, ഞാൻ ഭയങ്കര ഒരു വഴക്കാളിയാണോന്നും. അങ്ങനെ ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ആൻസർ എനിക്ക് പറയാനും ഇല്ല. എന്ന് എന്നോട് വർഷങ്ങളായിട്ട് പിണങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ചില പിണക്കങ്ങള് എന്തിനാ അവര് പിണങ്ങിയെന്നോ പോലും ഞാൻ സത്യത്തിൽ മറന്നുപോവും. എന്ന് കരുതിയിട്ട് ഇപ്പം ഇപ്പം എന്നോട് പിണങ്ങിയ ആൾക്കാരാണേലോ, ആർക്കാണേലും അവർ വിഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. എന്തിനാ നമ്മൾ ഈ ഭൂമിയിൽ കുറച്ച് നാൾ ജീവിക്കുമ്പം എന്തിനാ നമ്മുടെ സന്തോഷം നമ്മൾ കളയുന്നത്? ഇപ്പം എന്ന് കരുതിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ സന്തോഷത്തെ മാറ്റിവെക്കാനും ഞാൻ തയ്യാറല്ല. ഞാനും ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി തന്നെയാണ്. ഇപ്പം അത്രയധികം ഭയങ്കരമായിട്ടങ്ങ് ഞാൻ സാക്രിഫൈസ് ചെയ്ത് എൻ്റെ സന്തോഷങ്ങളെ കളയേണ്ട കാര്യമില്ല. ഞാൻ ആരെയും ദ്രോഹിക്കാതിരുന്നാ പോരെ? അല്ലേ? അപ്പോൾ ശരി, എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.